എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിച്ച സ്കൂളാണ് ഇത്. ഇതിൻ്റെ പേര് താമരപ്പുറം സ്കൂൾ എന്നാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പഠിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ വേലായുധ മാസ്റ്റർ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം പഠനം തുടർന്നെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എൻ്റെ വീട് ഇതിന് തൊട്ടടുത്താണ്. പഠിക്കുന്ന കാലത്ത് ഒരു കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരുമില്ല. വീട്ടിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മതി. പക്ഷേ എന്തുകൊണ്ടോ മുൻപോട്ട് പോകാൻ സാധിച്ചില്ല. അതിന് ആ കാലഘട്ടത്തിലാണ് പഴനിക്ക് പോകാൻ സൗകര്യം ഉണ്ടായത്. അങ്ങനെയാണ് സംഗീതത്തിലേക്ക് വരാനുള്ള വഴി തെളിഞ്ഞത് അവിടെ നിന്നാണ്. എനിക്ക് കൊച്ചുനാളിൽ സംഗീതം അറിയാനോ അതറിയിക്കാനോ ഒന്നുമില്ല. പഠിക്കാൻ മിടുക്കനായിരുന്നു, പഠിക്കാൻ മിടുക്കനായത്. പക്ഷെ ആ പഠിത്തം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതിൻ്റെ പേരിലാണ് ആശ്രമത്തിലേക്ക് പോകുന്നത്. ഞാൻ ജനിച്ച കുടുംബമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടുമാണ്. ഇവിടെ താമസിക്കുന്ന കാലത്താണ് കൊച്ചു കൊച്ചു ഓർമ്മകൾ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് ARP എന്നും പറഞ്ഞ് ഇപ്പോൾ ഫയർഫോഴ്സുകളുടെ മാതിരി തന്നെ വന്ന കാലഘട്ടത്തിലാണ് അവർക്ക് വേണ്ടി ഈ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടുന്ന് മാറിക്കൊണ്ട് വന്നപ്പോൾ ദൂരെ എങ്ങും പോകാതെ ഈ പ്രദേശത്ത് തന്നെ ഒന്ന് ചിരട്ടപ്പാലം, കുന്നമ്പറം, അമരാവതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് താമസിച്ചത്. പിന്നീട് കൂട്ട് വെച്ച് വിളി എന്ന് പറയും, അവിടെ താമസിച്ചു. ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഒത്തിരി കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. പാപ്പുട്ടി ചേട്ടൻ എന്ന് പറയും വലിയ ബിസിനസ്സുകാരനാണ്. പിന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ളത്. അത് വീട് നശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് നല്ല ഓർമ്മ വരുന്നില്ല. ഇതാണ് ശ്രീ കാർത്തിക ക്ഷേത്രം. ഇത് മുരുകക്ഷേത്രമാണ്. ഞാൻ ഭജൻസ് പാടാൻ തുടങ്ങിയതും പാട്ടുകൾ പാടാൻ തുടങ്ങിയതും ഈ ക്ഷേത്രത്തിൻ്റെ ഈ തിരുമുറ്റത്ത് വെച്ചാണ്. ഈ ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകത, എനിക്ക് കിട്ടിയ ഒരു അനുഭവം, ഞാൻ ജനിച്ച് 6ാമത്തെ മാസം അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞല്ലോ നേരത്തെ. പക്ഷെ ആ അച്ഛനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് ഈ അമ്പലമുറ്റത്ത് വെച്ചാണ്. ഭജൻസ് പാടാൻ ഞങ്ങൾ കൂട്ടുകാർ വരും, ഒത്തിരി സുഹൃത്തുക്കൾ വരും. ഭജൻസ് പാടി അങ്ങനെ പോകും. ഒരു ദിവസം ഭജൻ പാടി കഴിഞ്ഞപ്പോൾ ഒരു കാർന്നവർ പുറത്ത് നിന്ന് വിളിച്ച്, എടാ നീ കൊച്ചു കുഞ്ഞിൻ്റെ മകനല്ലേ അർജുനൻ? അതെ, ഇങ്ങോട്ട് വാ.
അത് പറഞ്ഞത് കടപ്രം കൃഷ്ണൻ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ്, നീ ഇപ്പോൾ വന്നിരിക്കുന്ന ഏത് സ്ഥലത്താണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു, അറിയില്ല. നിൻ്റെ അച്ഛൻ ഭജൻ പാടിയിട്ടുണ്ട് ഈ സ്ഥലത്ത്, ഈ കാർത്തിക ക്ഷേത്രത്തിൽ നിൻ്റെ അച്ഛൻ പാടിയിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കൊച്ചുകുഞ്ഞ് പാടിയിട്ടുണ്ട്, കൊച്ചുകുഞ്ഞ് മൃദംഗം വായിച്ചിട്ടുണ്ട്. അതാണ് ഈ ക്ഷേത്രം. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ ക്ഷേത്രം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ്. ഈ മുരുകൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇവിടം വരെ എത്താൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥനം നിറയുമൊരു കഥ പറയാ, തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി സരളമധുരമൊരു പാട്ടുപാടാം, പാട്ടുപാടാം. ഇത് എൻ്റെ ജ്യേഷ്ഠൻ പ്രഭാകരൻ. അച്ഛനും അമ്മയ്ക്കും 14 മക്കളിൽ ഇപ്പോൾ 13ഉം 14ഉം ഉള്ളു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കൊച്ചുനാളിൽ നാട് വിട്ട് ആശ്രമ ജീവിതത്തിന് പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ 2 പേരും ചേർന്നാണ് പോയത്. അവിടെ നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഞാൻ സംഗീതം തന്നെ ഉറച്ചു പിടിക്കുകയും ജ്യേഷ്ഠൻ മെക്കാനിക്കലായിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം രണ്ടും 2 വഴിക്കായി സഞ്ചരിച്ച് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ ജ്യേഷ്ഠനില്ല. അടുത്ത വീട്ടിൽ ഒരു കുട്ടി സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഞങ്ങൾ 2 പേരും ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അവിടെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, കാശിനാഥൻ. അദ്ദേഹം ഹാർമോണിസ്റ്റാണ്. അങ്ങൊരു തിരുപ്പോൾ പാടാൻ പോകുന്ന ആളാണ് മലയിൽ. അങ്ങരുടെ കൂടെയും പാടാനൊക്കെ പോകും, ആശ്രമത്തിലും പാടും. കേട്ട് പഠിക്കുന്ന സംഗീതം പഠിപ്പിക്കുന്നത് കേട്ട് അതേപടി തന്നെ പഠിച്ച് അതേ പ്രകാരം തന്നെ പാടി അങ്ങനെ മാഷെ കേൾപ്പിക്കുമായിരുന്നു. മാഷ് ആശ്രമത്തിൽ വന്ന് ഈ കുട്ടികൾ 2 പേരും സംഗീതം പഠിപ്പിക്കണം, അതുകൊണ്ട് ഇവരെ സംഗീതം അഭ്യസിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സ്വയം പുള്ളിക്കാരനെ ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങളുടെ കാര്യം. ഈ മാഷെന്ന് പറയുന്നത് ഞങ്ങളുടെ 2 പേരുടെയും ഗുരുനാഥനാണ് കുമരയ്യ പിള്ളൈ. അങ്ങനെ ഞങ്ങൾ 2 പേരും ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാനും ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് അതിനെ അനുവദിക്കുകയും കുറേ കാലം സംഗീതം പഠിച്ചു. ഏതാണ്ട് ഒരു 4.5 കൊല്ലമാണെന്ന് തോന്നണല്ലേ? അല്ല, 4-5-6 വർഷത്തോളം. ഏതാണ്ട് 6 വർഷം വരെ ഞങ്ങൾ അവിടെ പഠിച്ചു. പിന്നെ അതോടുകൂടി നിർത്തേണ്ട ഒരു സന്ദർഭം വന്നു അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ സംഗീതം അവസാനിപ്പിച്ചത്. ഇത് വിജയരാം മാസ്റ്റർ. ഞാൻ പഴനിയിൽ നിന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും പഠിത്തം കഴിഞ്ഞില്ല, നിർത്തണ്ടായിട്ട് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും സംഗീതം പഠിക്കണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം മൂപ്പരോട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും അവിടെ നിന്ന്
സിനിമാ ലോകത്തേക്കും നാടകരംഗത്തേക്കും എല്ലാം വരാൻ ഒരു കാരണക്കാരൻ എന്ന് തന്നെ പറയാം. എന്ന സംഗീതം ഇന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാൻ എനിക്കിപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് വിജയരാം മാസ്റ്റർ. പഴനിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള അനുഭവം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ഒരു ഭാഗ്യമുണ്ടായി ആ ടൈമിൽ. അപ്പോൾ ഒരു ജ്യേഷ്ഠനും അനിയനും ഒരുമിച്ച് പാടുന്ന കൃതീസ് പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വളരെയധികം ഭംഗിയായിട്ട് പാടി, വളരെ ചെറുപ്പം രണ്ടുപേരും ഇങ്ങനെ പാടുന്നുണ്ടല്ലോ. അപ്പോൾ പഴനിയിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ഈ പഴനിയോട്ട് പോകുന്ന പ്ലാനില്ല, എനിക്ക് ഇവിടെ തന്നെ കഴിഞ്ഞു വിടാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടല്ലെങ്കിലും ഇതെന്നെ കൊണ്ടുപോയി പഴനി കൊണ്ടുപോയ ഒരു വൈദ്യുണ്ടായിരുന്നു. പിന്നെ അതിന് പേര് രാമവൈദ്യൻ, പോർട്ടുഗീസിലെ ഒരു പ്രസിദ്ധമായ വൈദ്യരായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വിവരമൊക്കെ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ഞാൻ കാലത്ത് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ ഇവരോട് കൂടി ഇവർ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ കുറേ കാലം പഠിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കുമാണ് അദ്ദേഹം പിന്നെ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല, ഇവിടെ ഞാൻ വരാം. അപ്പോൾ ഞാനൊരു സ്വന്തമായിട്ടൊരു കലാലയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുളയിൽ. അവിടെ ഞാൻ അവിടെ വന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചേർന്നു. അവിടെ നിന്ന് സംഗീതം പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ നേരത്തെ പഠിച്ച് അഡ്വാൻസ് ആയിട്ട് പാടുന്ന ഒരാൾ പിന്നെ പഠിക്കാനുള്ള എൻ്റെ മുടക്കുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങി. വളരെ ക്ലീനായിട്ട് പാടുകയും വളരെയധികം പഠിക്കുന്ന ഇതിൽ ഏറ്റവും ആ കാലത്ത് മ്യൂസിക് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസൊക്കെ അന്നേരത്ത് മേടിച്ചിട്ടുണ്ട്. ആ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നാടകരംഗത്തേക്ക് പിന്നെ അതിനും കാരണമുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു എലിഞ്ചക്കൽ ആൻ്റണി എന്ന് പറയുന്നത്, മരിച്ചു VRSൻ്റെ ബ്രദർ. ആ അദ്ദേഹം ഇങ്ങനെ നാടകരംഗത്തേക്ക് ഇറങ്ങി കാളിദാസ കലാകേന്ദ്രം KPSC എന്ന ഈ സംഘടനയിൽ ഉൾപ്പെട്ടതിന് ശേഷം അതിലുള്ള ആൾക്കാരും പ്രത്യേകിച്ച് ദേവരായ മാഷൊക്കെ പരിചയപ്പെടാൻ സാധിച്ചാൽ അതുകൊണ്ട് കാര്യം. അപ്പോൾ അവർക്കൊക്കെ ഇദ്ദേഹത്തിനെ കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് വിചാരിച്ച് അവിടെ നിന്ന് സിനിമാ ലോകത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ കാണുന്ന അനുഭവങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയുടെ നാന്ദിയാണ്.